ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഊണിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. കുറേ ഇങ്ങോട്ട് നടന്നു വന്നിട്ടേ വർത്തമാനത്തിനൊരു കിതപ്പുണ്ട്, കിതയ്ക്കും അല്ലാണ്ട്. അങ്ങ് അവിടെ ആട്ടോ റോഡ്. ഞങ്ങളിങ്ങ് കുറേ നടന്നു വന്നു, ഇനിയും ഉണ്ട് കുറേ നടക്കാൻ. ചേട്ടായും കുഞ്ഞിപ്പെണ്ണും ഇതാ മുമ്പിൽ പോകുന്നുണ്ട്. അവിടെ കുറച്ച് ചേട്ടന്മാർ എന്തോ കൃഷി ഉണ്ട് കേട്ടോ, അവിടെ നനയ്ക്കുന്നുണ്ട്. അതിന് അങ്ങ് അതാ കാണുന്നത് കാടാട്ടോ. നമ്മുടെ ഇവിടുത്തെ നാടും ചുറ്റുപാടും ഒക്കെ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് 1-2 കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാടും ചുറ്റുപാടും ഒക്കെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അതുകൊണ്ട് ഇന്നിപ്പോൾ വീഡിയോ കുറച്ച് താമസിച്ചാട്ടോ വരുന്നത്. ഇഞ്ചി കൃഷി കേട്ടോ ഇവിടെ. അവിടെ കൂടെ ഒരു ബൈക്ക് പോകുന്നുണ്ടോ, അവിടെയാ റോഡ്. നമ്മളിങ്ങനെ കുറേ നടന്നെത്തി. ആന വന്ന കാൽപ്പാടാ. ഇപ്പം അല്ല, നെല്ലിൻ്റെ കൃഷിയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ആന ഇറങ്ങുന്ന കേട്ടോ. അപ്പോൾ ആനയുടെ കാൽപ്പാട് കാണിച്ചു തരാം. ഇതാ ഇവിടെ എല്ലാം ആന ചവിട്ടിയതാ. അയ്യോ, എന്തൊരു വലിയ കാൽപ്പാടല്ലേ. ഇതെല്ലാം ആനയുടെ കാൽപ്പാടാ. വലിയ കുഴി. ഇനി ഒരുപാട് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങേ അറ്റത്തൊരു കുളമുണ്ട്, അവിടെ വരെയൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. 6 മണിയായി ഇപ്പം തന്നെ സമയം. പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഇവിടെ വയലിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം. എന്നാൽ ചേട്ടായും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവാം. നമ്മൾ കാടിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ചിങ്ങനെ വെള്ളമുണ്ട്, ഉറവ. ആ കാട് ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തും ഇതുപോലെ ഉറവയുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നടക്കുക. മഴക്കാലമായി ഇതിലൊന്നും വരാൻ പറ്റത്തില്ല, കണ്ടമല്ലേ. അപ്പം ഇങ്ങനെ ചെളി. ഞങ്ങൾ ചള്ള എന്നാട്ടോ പറയുന്നേ. ചെളിയായിരിക്കും ഇവിടെ എല്ലാം. ചേട്ടായി പറയാതെ ഇതിലെ കൂടെ ആനയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ, ഇപ്പോൾ ഇത്രയും വേനലല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ റോഡിൽ കൂടെ വണ്ടി പോകുന്നതൊന്നും ശരിക്കും കാണത്ത് പോലുമില്ല. ഇവിടെ നെല്ലിൻ്റെ കൃഷിയൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര ആനയുടെ ശല്യമാണ്. നല്ല ഉറവയാട്ടോ, നല്ല വെള്ളവും. നല്ല വെള്ളമല്ലേ. വേണ്ട, ഷൂ അഴുക്കാവും, ഷൂ നനയണ്ട. കുറച്ച് പാറയും തുണിയൊക്കെ അലക്കാൻ പറ്റിയ പോലത്തെ. എനിക്കിഷ്ടം കേട്ടോ പക്ഷിയുടെ സൗണ്ട്. കൊത്തിത്തീറ്റാന്ന് ഇവിടെ പറയുന്നത്. ആന ചവിട്ടിയതല്ലേ ഏട്ടെ. അയ്യോ, ഇങ്ങനെ നീളത്തിൽ. നോക്കിപ്പോ, ആനയൊക്കെ ചവിട്ടി വലിയ കുഴിയൊക്കെ ആക്കി വെച്ചേക്കുവോ. നേരത്തേക്കാളും നല്ല രസമല്ലേ ഇവിടെ കാണാൻ ചേട്ടായി. നേരത്തെ കണ്ടതിനേക്കാളൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ. കുറേ ഇങ്ങോട്ട് നടന്നു വന്നേ ഉള്ളൂ, എന്നാലും നല്ല ഭംഗിയാട്ടോ. ഇവിടെ ഒരു കുളമുണ്ട്, നല്ല രസം കേട്ടെ. ഫോണിൽ നോക്കുമ്പോൾ അത്ര വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല. താഴോട്ട് വീടല്ലേ ചേട്ടാ, അവളെ പിടിച്ചോ. ഇവിടെ ഇങ്ങനെ ഒരു കുളം കേട്ടോ. മഴക്കാലത്തൊക്കെ നിറച്ച് വെള്ളമായിരിക്കും അല്ലേ ചേട്ടായി.
അവിടെ കൂടെ ഒരു വഴി മുകളിലേക്കുണ്ട്, അത് അങ്ങോട്ടുള്ള ചേട്ടേ. ഞാൻ രസം വെക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കുരുമുളക്, വറ്റൽമുളക്, ഇങ്ങനെ 5 സാധനം കേട്ടോ വേണ്ടേ. ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം. പിന്നെ നല്ലപോലെ പഴുത്ത 2 തക്കാളി വേണം. ഇത് അത്രയും പഴുത്തതല്ല, എന്നാലും ഇത് അരിഞ്ഞ കേട്ടോ ചേർക്കുന്നത്, അരിഞ്ഞ് വഴറ്റിയാണ് ചേർക്കുന്നത്. ഇത്രയും സാധനങ്ങൾ, ഈ പാത്രത്തിലിരിക്കുന്ന സാധനങ്ങൾ ചതച്ചെടുക്കട്ടെ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി തോലോടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടോ ചതച്ച് ചേർക്കുന്നത്. ഇനിയിപ്പോൾ തോലോടെ ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തോല് ഒഴിവാക്കിയിട്ട് ചതച്ച് ചേർക്കാം. തോലോടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയാട്ടോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇത് മൂത്ത് വരട്ടെ. ഇപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മൂപ്പിക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കണ്ട, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി വെന്ത് വരട്ടെ. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ചുമന്ന മുളകില്ല, അത് ചതച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കിവിടെ മസാല ചേർക്കുന്ന ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മസാല ചേർക്കാതെ തന്നെയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കുന്നത് കേട്ടോ. രസം വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഇനിയിപ്പം ചതച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൂക്കണേ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല, ഒരു പച്ചച്ചൊവ ഉണ്ടാവും. വറ്റൽമുളകിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാം നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ ചതച്ചെടുത്തത്. മൂത്ത് വരട്ടെ. നമ്മുടെ ഇവിടെ ഉണ്ടായ തക്കാളി കേട്ടോ ഇത്. ഞാൻ ഈ തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. ഉടയുന്നിടം വരെ വഴറ്റിയെടുക്കാവേ. കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് എത്രയും പുളി വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയും കായവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. വാളംപുളി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ, അതും ചേർത്ത് കൊടുക്കും. ഇതിനിപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞ പാടെ ഓഫാക്കൂല. തിളച്ചൊരു 2-3 മിനിറ്റ് വരെ സിമ്മിലിട്ട് വെക്കുവേ. എന്നിട്ട് ഓഫാക്കിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ രസം റെഡിയായി. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ഏകദേശം ആയിട്ടുണ്ട്. രസം തിളച്ചിട്ടുണ്ട്. ഞാൻ സിമ്മിലിടാൻ വേണ്ടി പോവുക. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ച് നമ്മൾ ചേർത്ത സാധനത്തിൻ്റെ സത്തെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില ഇട്ടിട്ട് അടച്ച് വെക്കാം. ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തീയൊക്കെ ഓഫാക്കി കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണേ. കോൺഫ്ലവർ ഉണ്ട്, മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്. ഇത് 1 സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒരു ചെറിയ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കട്ടെ. വഴുതനങ്ങ വട്ടത്തിൽ അരിഞ്ഞേക്കുമായിരുന്നു ഞാൻ. അത് ഈ മസാലയിൽ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ എണ്ണയിലിട്ട് വറുത്തെടുക്കാം കേട്ടോ. കോൺഫ്ലവർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതില്ലാതെയും വറുക്കാൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ മസാല എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ വറക്കുന്നത് ചൂടോടെ വറുത്ത് കഴിക്കണം കേട്ടോ, തണുത്ത ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വഴുതനങ്ങ വറക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ 1-2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക.
കുഞ്ഞി തക്കാളി ഇല്ലേ, കാട്ടുതക്കാളി, മണിത്തക്കാളി എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടോ. ഈ തക്കാളി വെച്ചിട്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ചെറിയുള്ളി, പിന്നെ കാന്താരി മുളക്, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇടികല്ലിലൊന്ന് ഇടിച്ചെടുക്കുന്ന ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ഒത്തിരി അരയാത്ത രീതിയിലാക്കി എടുക്കാവേ. ഈ ഒരു ചമ്മന്തി നമുക്ക് നമ്മുടെ സാധാരണ വലിയ തക്കാളി ഇല്ലേ, അത് വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഈ ഒരു തക്കാളി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചിയുള്ളത്. ഇനിയിപ്പോൾ ഈ ചതച്ച സാധനത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള കാന്താരി, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചമ്മന്തി. ഈ ചമ്മന്തി മാത്രം മതി ശരിക്കും ചോറിനാൻ വേണ്ടിയിട്ട്. ഇത് കപ്പയും ചക്കയൊക്കെ വേവിക്കുമ്പോഴൊക്കെ നല്ലതാട്ടോ ഈ ഒരു ചമ്മന്തി. ഞാൻ ചോറ് വിളമ്പി ഇനിയിപ്പം രസം ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ അമ്പഴങ്ങ അച്ചാർ. ഇത് മണിത്തക്കാളി, കാട്ടുതക്കാളി കൊണ്ടുണ്ടാക്കിയ ചമ്മന്തി. പിന്നെ ഒരു പപ്പടം, പാവയ്ക്ക വറുത്തത്, കൊണ്ടാട്ടമുളക്, വഴുതനങ്ങ വറുത്തത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ല, ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടിയും കൂടെ വെച്ചാൽ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഊണ്. എത്ര കൂട്ടം കറിയായി. ഇതൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി സമയമൊന്നും വേണ്ട, ഭയങ്കര എളുപ്പം കേട്ടോ. ഇനിയിപ്പോൾ മുട്ടയോ മീനോ എന്തെങ്കിലും വേണമെന്നുള്ളവർക്ക് അതും ആക്കാം. ഇതൊന്നും വേണ്ടല്ലോ അല്ലേ, ഇത്രയും കറികളില്ലേ, ഇഷ്ടം പോലെ കറികളുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇതൊക്കെ കൂട്ടി ചോറിനാൻ വേണ്ടിയിട്ട്. മലപ്പുറത്തുള്ള മിനി ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ജോളി തോമസ്, ജോളി ചേച്ചിക്കും മിനിക്കും വലിയൊരു ഹായ്. കുഞ്ഞിപ്പെണ്ണിനെ ഇന്ന് ആദ്യമായിട്ട് സൺഡേ സ്കൂളിന് കൊണ്ട് ചേർത്ത് കേട്ടോ പള്ളിയിൽ. ഞങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ട് അവളെ ഇരുത്തിയായിരുന്നു വെറുതെ. പക്ഷേ സ്ഥിരമായിട്ട് പോകാൻ പറ്റില്ല. പിന്നെ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പള്ളിയിലൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അവളും പോകുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ പോകാൻ പറ്റിയില്ല കുറച്ച് നാൾ. അത് കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ കൊണ്ട് ചേർത്ത് കേട്ടോ അവളെ. പള്ളിയും കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ ചോറുണ്ണുന്നതിന് മുമ്പേ ഞാൻ ഓടി കോഴിക്കോട്ടിലേക്ക് പോകും കേട്ടോ. കോഴികളുടെ അവിടെ അടുത്തൊന്ന് പോയിട്ട് ആ നെറ്റൊക്കെ ഒന്ന് പൊക്കി വെക്കും. നമ്മൾ വീട്ടിലുള്ളപ്പം ഈ നെറ്റ് പൊക്കി വെക്കും. ഇവിടെ ഇല്ലെങ്കിൽ ആ നെറ്റ് താത്തിട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അല്ലെങ്കിൽ വല്ലതും കയറിയാലേ കോഴിയൊക്കെ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ അതൊക്കെ കുറച്ച് നേരം പൊക്കി വെക്കും. ഈ ചൂടൊക്കെ അല്ലേ, അതങ്ങനെ പൊക്കി വെക്കുമ്പോൾ കുറച്ച് കാറ്റൊക്കെ അവർക്ക് കിട്ടുമല്ലോ. പിന്നെ കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തു. ആ നിപ്പിളിൽ വെള്ളം ഉണ്ടോയെന്നൊക്കെ നോക്കി മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് വെക്കുവാണേ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കടയിൽ കയറിയിട്ട് കുറച്ച് കപ്പയും ചിക്കനും ഒക്കെ മേടിച്ചിട്ടോട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.